ഹായ്. ലിയനാർഡ് കോഹന്റെ ആന്തം എന്ന പാട്ടിനെപ്പറ്റി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ജീവിതത്തിലെ തകർച്ചകളെയും കുറവുകളെയും ഓർത്ത് വിഷമിക്കുന്നതിനു പകരം അതിലൂടെ എങ്ങനെയാണ് വെളിച്ചം കടന്നു വരുന്നതെന്ന് പറയുന്നൊരു പാട്ടാണത്. ഇന്ന് നമ്മൾ ആ പാട്ടിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. നമ്മളൊക്കെ എപ്പോഴും പെർഫെക്ഷന്റെ പിന്നാലെ ഓടുന്നവരല്ലേ? ഒരു തെറ്റും പറ്റാത്ത കുറ്റമറ്റൊരു ജീവിതം. പക്ഷെ ശരിക്കും ആ ഒരു പെർഫെക്ഷനാണോ നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം കൊടുക്കുന്നത്? ചിലപ്പോ അല്ലായിരിക്കുമല്ലേ? എന്നാൽ ലോകം കണ്ട ഒരു വലിയ കവി പറഞ്ഞത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. യഥാർത്ഥ പ്രതീക്ഷ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ കുറവുകളിലാണ്, നമ്മുടെ അപൂർണതകളിലാണ് എന്നാ പറഞ്ഞത്. കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടല്ലേ? വരൂ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ പാട്ടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കും. ആദ്യം എന്തുകൊണ്ടാണ് ഇതിനെ അപൂർണമായ പ്രതീക്ഷയുടെ ഗാനം എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ആ വെളിച്ചമൊക്കെ കടന്നുവരാൻ സഹായിക്കുന്ന ആ വിള്ളൽ അതെന്താണെന്ന് നമ്മളൊന്ന് കീറിമുറിച്ച് പരിശോധിക്കും. ഇരുട്ടില് മണിമുഴക്കുന്നതിനെക്കുറിച്ചും ഒരു അഭയാർത്ഥിയെപ്പോലെ സ്നേഹം വരുന്നതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കും. ഏറ്റവും അവസാനം തെറ്റുകൾ വരുത്താനും കുറവുകളോടെ ജീവിക്കാനും ഈ പാട്ട് നമുക്ക് എങ്ങനെ ഒരു ലൈസൻസ് തരുന്നു എന്നും നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഇതാണ് കോഹന്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയാം. 1992 ഇറങ്ങിയ ദ ഫ്യൂച്ചർ എന്ന ആൽബത്തിലെ പാട്ടാണിത്. ഒരുപാട് ആളുകൾക്ക് ഇത് കോഹന്റെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പാട്ടുകളിലൊന്നാണ്. അപ്പൊ ഈ ആന്തം എന്ന പാട്ട് എന്താ സിമ്പിളായിട്ട് പറയുന്നതെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കേണ്ട. കാരണം ആ കുറവുകളാണ് ശരിക്കും പ്രതീക്ഷയുടെ വാതിൽ തുറന്നു തരുന്നത്. ഈ ലോകത്ത് ഒന്നുപോലും പെർഫെക്റ്റ് അല്ല. ആ ഒരു അപൂർണതയിലാണ് ശരിക്കും സൗന്ദര്യം കിടക്കുന്നത്. ഓക്കേ, ഇനി നമുക്ക് ഈ പാട്ടിന്റെ ഹൃദയത്തിലേക്ക്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകാം. ലോകം മുഴുവൻ ഏറ്റുപാടിയ ഈ പാട്ടിന്റെ മൊത്തം ആശയവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വരികളിലേക്ക്. ഈ 2 വരികളിലാണ് ഈ പാട്ടിന്റെ ജീവൻ മുഴുവൻ ഇരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാറ്റിലും ഒരു വിള്ളലുണ്ട്. അതിലൂടെയാണ് വെളിച്ചമുള്ളിലേക്ക് കടക്കുന്നത്. എന്ത് സിമ്പിളായിട്ടാണ്, പക്ഷെ എന്ത് പവർഫുള്ളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ വിള്ളല് എന്ന് കോഹൻ പറയുമ്പോൾ അത് നമ്മുടെ ഒക്കെ ജീവിതത്തിലെ കുറവുകളാണ്, നമ്മുടെ ബലഹീനതകൾ. പക്ഷെ വെളിച്ചം എന്താണെന്നറിയോ? അത് പ്രതീക്ഷയാണ്, കരുണയാണ്, സ്നേഹമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കുറവുകളൊന്നും ഒരു തോൽവിയല്ല, മറിച്ച് നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരാനുള്ള ഒരു വഴിയാണ്. അപ്പോ കോഹൻ ഈ കുറവുകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ലോകത്തുള്ള പ്രശ്നങ്ങളെയൊന്നും അദ്ദേഹം കണ്ടില്ലെന്ന് നടിക്കുന്നില്ല കേട്ടോ. ശരിക്കുമുള്ള ലോകം അത്ര നല്ലതൊന്നുമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അടുത്തതായി അദ്ദേഹം സംസാരിക്കുന്നതും അതിനെക്കുറിച്ചാണ്. അദ്ദേഹം വരച്ചുകാട്ടുന്ന ലോകം സത്യം പറഞ്ഞാൽ അത്ര മനോഹരമൊന്നുമല്ല. എവിടെ നോക്കിയാലും തീരാത്ത യുദ്ധങ്ങൾ, സമാധാനത്തിന്റെ ചിഹ്നമായ പ്രാവിനെപ്പോലും ആൾക്കാർ പിടിച്ചും വാങ്ങിയും വിറ്റും കാശാക്കുന്നു. നേതാക്കന്മാരാണെങ്കിലോ അഴിമതിയിലും മുങ്ങിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡാർക്ക് പിക്ചർ തന്നെയാണ്. പക്ഷേ ഈ ഇരുട്ടൊക്കെ കണ്ടിട്ട് തളർന്നിരിക്കാനല്ല കോഹൻ പറയുന്നത്. പകരം അദ്ദേഹം നമുക്കൊരു ടാസ്ക് തരികയാണ്. ഇപ്പോഴും മുഴങ്ങാൻ കഴിയുന്ന മണികൾ മുഴക്കുക. അപ്പം എന്താണ് ഈ മണി മുഴക്കുക എന്ന് പറഞ്ഞാല്? അതിന്റെ അർത്ഥമേതാണ്? എല്ലാം തീർന്നു, എല്ലാം തകർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിലും അവിടെ ഇപ്പോഴും ബാക്കിയുള്ള നന്മയെ നമ്മൾ ആഘോഷിക്കണം. നമ്മുടെ കയ്യിൽ ഇത്തിരി പ്രതീക്ഷയോ സന്തോഷമോ ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചൊരു പോസിറ്റീവ് ശബ്ദമുണ്ടാക്കണം. മിണ്ടാതെ തോറ്റു പിന്മാറരുത്. ഓക്കെ, അപ്പോ ലോകത്തിന്റെ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം, സ്നേഹത്തിലേക്ക്. ഈ പാട്ടിലെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വരികൾക്ക് ഭയങ്കര ആഴമുണ്ട്. കോഹൻ എഴുതുന്നു, ഓരോ ഹൃദയത്തിലേക്കും സ്നേഹം വരും, പക്ഷേ ഒരു അഭയാർത്ഥിയെപ്പോലെ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, എന്തൊരു ഇമാജറിയാണത്! അഭയാർത്ഥിയെപ്പോലെ. ആ അഭയാർത്ഥി എന്ന വാക്ക് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഒരു അഭയാർത്ഥി എങ്ങനെയാ വരുന്നത്? ഒരുപാട് കഷ്ടപ്പെട്ട്, മുറിവേറ്റ്, തളർന്ന് ഒരു അഭയം തേടിയാണ് വരുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളും. പലപ്പോഴും സ്നേഹത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് ഒരുപാട് മുറിവേറ്റിട്ടുണ്ടാവും. പക്ഷേ ആ തകർച്ചയിലൂടെയാണ് നമ്മൾ സ്നേഹമെന്ന രക്ഷ കണ്ടെത്തുന്നത്. അതാണ് പോയിന്റ്. അപ്പോ ഈ കുറവുകളും സ്നേഹവും ഒക്കെ ചേരുമ്പോൾ ഈ പാട്ട് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു ആശ്വാസമൊക്കെ തോന്നുന്നത്? കോഹന്റെ അടുത്ത ഒരു പവർഫുൾ ഉപദേശം ഇതാണ്: നിങ്ങളുടെ തികഞ്ഞ സമർപ്പണത്തെ മറന്നേക്കൂ. അതിന്റെ അർത്ഥം എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ഒരു തെറ്റും പറ്റരുത് എന്നൊക്കെയുള്ള ചിന്തയില്ലേ, അതങ്ങ് വിട്ടുകളയാനാണ് പറയുന്നത്. ആ ഒരു പ്രഷറിൽ നിന്ന് സ്വയം ഫ്രീ ആവുക. ഇതാണ് ഈ പാട്ട് തരുന്ന ഏറ്റവും വലിയൊരു റിലീഫ്.
ഒരു പെർഫെക്റ്റ് ലൈഫ് വേണം എന്നുള്ള ആ ഭാരമില്ലേ, അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ് ഈ പാട്ട് ചെയ്യുന്നത്. അപൂർണരായിരിക്കാൻ, തെറ്റുകൾ വരുത്താൻ നമുക്കൊരു പെർമിഷൻ തരുന്നത് പോലെയാണ്. അതായത് ഇതാണ് ഈ പാട്ടിന്റെ കാതൽ. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും പോരാട്ടങ്ങളെയും ഒരു പരാജയമായി കാണരുത്. പകരം അത് നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ഹീലിംഗിന് അത്യാവശ്യമായ കാര്യങ്ങളായി കാണാൻ ഈ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാല് ഈ പാട്ടിന്റെ ഒറ്റ വാക്കിലുള്ള സന്ദേശം ഇതാണ്: ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ടല്ല, ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ ആ വിള്ളലുകളിലാണ് യഥാർത്ഥ വെളിച്ചവും ജീവിതത്തിന്റെ അർത്ഥവും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ പാട്ടിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചെറിയ യാത്ര ഇവിടെ നിർത്തുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വിള്ളലുകൾ ഏതൊക്കെയാണ്? ആ വിള്ളലുകളിലൂടെ ഏത് വെളിച്ചമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.